ഡോക്ടർ സുൽഫി നൂഹ് ചേരുകയാണ്. ഡോക്ടർ സുൽഫി, എന്താണ് സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് മുന്നിലുള്ളത്. അതും വാക്സിൻ എടുക്കുന്ന ആളുകൾ തന്നെ ഈ തെരുവ് നായ ആക്രമണങ്ങളിൽ മരിക്കുന്ന സാഹചര്യം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒന്ന് വ്യക്തത വരുത്താമോ? വാക്സിനേഷന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാക്സിനേഷൻ എന്ന് മാത്രമല്ല, നമുക്ക് 3 കാര്യങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഒരു പേവിഷബാധ അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ റണ്ണിങ് വാട്ടറിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴിക്കണം. അത് വൈറസിന്റെ ആവരണത്തെ പുറംചട്ടെ ഇല്ലാതാക്കി കളയുകയും വൈറസ് നശിച്ചു പോവുകയും ചെയ്യും. രണ്ടാമത്, എത്രയും പെട്ടെന്ന്, അത് രാത്രിയാണോ പകലാണോ നോക്കരുത്, അത്യാവശ്യ വിഭാഗത്തിലെത്തി വാക്സിനേഷന്റെ ഫസ്റ്റ് ഡോസ് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കുക. വാക്സിനേഷന്റെ ബാക്കി ഡോസേജ് ഫുൾ എടുക്കുക. ചില സമയങ്ങളിൽ വലിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് തൈലിടാറില്ല. അതൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. വാക്സിനേഷൻ ഇതുവരെ നടത്തിയ പഠനങ്ങളിലൊന്നും തന്നെയും വാക്സിനേഷൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവോ ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എടുക്കുന്ന രീതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. ആ കാര്യത്തിലും എന്തെങ്കിലും മോഡിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, അതാണ് എനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പറയാനുള്ളത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്രയും ഡോഗ് ബൈറ്റ്സും ഇത്രയും സ്ട്രീറ്റ് ഡോഗ്സിന്റെയും ഒരു കോൺസെൻട്രേഷൻ ഉള്ളത്. അതിനൊരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. അതിനകത്തൊരു ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഇമ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഡോഗ് ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ചുറ്റുമുള്ള കൊച്ചുകുട്ടികളെ കടിക്കുന്ന ഇത്രയും റാബിഡ് ഡോഗ് ഉള്ള അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന നായകളുള്ള ഒരു സംസ്ഥാനം മറ്റൊന്നില്ല തന്നെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ശക്തമായ നടപടികൾ, അത് വാക്സിനേഷൻ ആകാം, പട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ ആകാം, പട്ടികൾക്ക് കൊടുക്കുന്ന ബർത്ത് കൺട്രോൾ മെഷേഴ്സ് ആകാം, അത്തരം രീതികളിൽ നാം എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യനാണ്. അത് മൃഗങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. മൃഗസ്നേഹികൾക്കും പട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിന് ഇഷ്ടമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും മനുഷ്യന്റെ ജീവന് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇന്റർഫറൻസ് ആവശ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഡോക്ടർ സുൽഫി, ഇതിൽ നമ്മൾ ഈ വാക്സിൻ എടുത്തവർ തന്നെ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉറപ്പായും വാക്സിനെതിരായ ചില ചിന്തകൾ കൂടി ആളുകളിലേക്ക് എത്തിക്കും. അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർമാരെ കൊണ്ട് ഇത് വിശദമായി പറയിപ്പിക്കുന്നതും. അറിയാം, ഉറപ്പായും വലിയ മുറിവുകൾ ഉള്ളപ്പോൾ, അതും കഴുത്തിന് മുകളിലേക്കുള്ള വലിയ മുറിവുകൾ, അങ്ങനെ പേപ്പട്ടി കടിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ മരണം സംഭവിക്കുന്നത്. അപ്പോഴും താങ്കൾ പറഞ്ഞ കാര്യം പ്രസക്തമാണ്. ഇവിടെ തെരുവ് നായകളെ നിയന്ത്രിക്കാൻ യാതൊന്നും, ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും മരണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. 7ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ, 7ാമത്തെ ആളാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 3 കുട്ടികൾ എന്നോർക്കണം. നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം രോഷത്തോടെ പ്രതികരിക്കും. പക്ഷേ ഇത് അവിടെയും ഇവിടെയും ഓരോരുത്തർ മരിക്കുമ്പോൾ അതിന് കളക്റ്റീവായ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയം പരിശോധിക്കുമ്പോൾ തോന്നുന്നത്.